രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പൈതൃക സ്വത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോഴിക്കോട് ചാലപ്പുറം സ്ഥിതി ചെയ്യുന്ന വേർക്കോട്ട് ഭവനം നമ്മുടെ രാഷ്ട്രപിതാവിന്റെയും പ്രഥമ പ്രധാനമന്ത്രിയുടെയും പാദസ്പർശമേറ്റ ഭവനം. മലബാർ സ്വാതന്ത്ര്യ സമരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച പൈതൃക സ്വത്താണ് കോഴിക്കോട് ചാലപ്പുറത്തുള്ള വേർക്കോട്ട് ഭവനം. രാഷ്ട്രപിതാവിന്റെയും പ്രഥമ പ്രധാനമന്ത്രിയുടെയും പാദസ്പർശം പതിഞ്ഞ സ്ഥലം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ ഭവനത്തിൽ വച്ചായിരുന്നു കോൺഗ്രസ് യോഗങ്ങളും മറ്റും നടന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് വേർക്കോട്ട് ഭവനത്തിലെ നാരായണിയമ്മയാണ് ബാലികമാർക്ക് രാഷ്ട്രീയ മാർഗനിർദ്ദേശം നൽകിയിരുന്നത്. അവർ തന്നെയാണ് സ്കൂൾ വിദ്യാർത്ഥിനികളായ ബാലികമാർക്ക് ബാലിക ഭാരത സംഘത്തിലെ പ്രവർത്തകർക്കും രാഷ്ട്രീയ ക്ലാസുകൾ നൽകിയത്. രാവിലെ കുട്ടികൾ ഒത്തുചേർന്ന് പ്രഭാതമേരി നടത്തും. ബാലികാ ഭാരത സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരം മുഴുവൻ ചുറ്റി ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടാണ് പ്രഭാതമേരി കടന്നു പോവുക. നാരായണി അമ്മ തന്നെയാണ് ഓരോ ദിവസവും രാവിലെ പോവേണ്ട റൂട്ട് നിശ്ചയിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ചർക്ക ക്ലാസും ഹിന്ദി ക്ലാസും നടക്കും. വൈകുന്നേരം ഓരോ ദിവസത്തെയും പ്രവർത്തനം വിലയിരുത്താനായി യോഗവും ചേരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കോഴിക്കോടും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പൈതൃക കെട്ടിടമാണ് ചാലപ്പുറത്തെ വെർക്കോട്ട് ഭവനം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാദസ്പർശനമേറ്റൊരു ഭവനമാണ് വെർക്കോട്ട് ഭവനം. 19-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ ജില്ലാ ജഡ്ജിയായിരുന്ന കുമാരൻ നായർ നിർമ്മിച്ച ഈ ഭവനം അദ്ദേഹത്തിൻ്റെ മകൾ നാരായണി അമ്മയെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടയായതോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പ്രധാന കേന്ദ്രമായി മാറിയത്. നാരായണിയമ്മയുടെ കീഴിലാണ് ബാലികാ ഭാരത് സംഘ് എന്ന് പറയുന്ന സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 1930-ൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട്ട് നടന്ന ഒരു സ്ത്രീകളുടെ ഒരു പ്രകടനം, അതിന് നേതൃത്വം കൊടുത്തത് കുട്ടിമാളു അമ്മയും നാരായണിയമ്മയും കാർത്തിയാനി അമ്മയും ആയിരുന്നു. അതിൽ ഈ സ്കൂൾ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തോടുകൂടിയാണ് ഈ ഭവനം കൂടുതൽ ശ്രദ്ധേയമാവുന്നത്. ഇതിനും പുറമെ 1942-ൽ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ പ്രധാന സംഭവമായിരുന്നു കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാന പ്രതിയും അതിൻ്റെ മുഖ്യ ആസൂത്രകനുമായ സോഷ്യലിസ്റ്റ് നേതാവ് KB മേനോൻ ഏറെക്കാലം ഈ ഭവനത്തിലാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. കോഴിക്കോട് ജില്ലാ ജഡ്ജിയായിരുന്ന ബംബ്ലാശ്ശേരി കമ്മാരൻ നായർ ഭാര്യ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്കായി 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പണിത ഇവിടെ ഒരു കാലത്ത് ആനകളും പ്രൗഢിയുടെ പരിവാരങ്ങളും ഉണ്ടായിരുന്നതായി പിന്മുറക്കാർ പറയുന്നു. മലബാറിൽ വനിതകളുടെ സംഘത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നയിക്കുന്നതിൽ നാരായണിയമ്മ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. നാരായണിയമ്മയുടെ മകൾ ബാലലക്ഷ്മി അമ്മയായിരുന്നു പിന്നീട് ദീർഘകാലം വീട് നോക്കി നടത്തിയിരുന്നത്. ബാലലക്ഷ്മി അമ്മയുടെ സഹോദരനാണ് കീഴരിയൂർ ബോംബ് കേസിലെ പ്രതിയായ രാഘവക്കുറുപ്പ്. ബാലലക്ഷ്മി അമ്മയുടെ മകൻ അഭിഭാഷകനായ ഗോപിനാഥ് പിന്നീട് വീടിന്റെ അവകാശിയായി. നാരായണമ്മയുടെ മൂത്ത മകൻ രാഘവക്കുറുപ്പ് ഈ കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാന പ്രതികളിൽ ഒന്നായിരുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെയും ഒക്കെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ വെർക്കോട്ട് ഭവനം. മലബാറിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, കോഴിക്കോടിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു പൈതൃക സ്മാരകമാണ് ഈ വെർക്കോട്ട് ഭവനം. അഭിഭാഷകനായ ഗോപിനാഥ് 2011-ൽ മരിച്ച ശേഷം ഗോപിനാഥിന്റെ ഭാര്യ ജയപ്രഭ ഗോപിനാഥും മക്കളായ സുഷമ രാജ്കുമാറും സുജേത ജയേഷുമാണ് ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ വീടിന്റെ ഉടമസ്ഥർ. ചരിത്ര സ്മാരകങ്ങളെല്ലാം പൈതൃക സ്വത്തുക്കളാണ്. അവ സംരക്ഷിക്കപ്പെടണം, വരും തലമുറയ്ക്ക് കൂടി ഉപകാരപ്പെടണം. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടൈം ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുർജിത്തിനൊപ്പം റിപ്പോർട്ടർ അശ്വതി.